തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ, ഇനി 17 ദിവസമാണുള്ളത്. എങ്ങനെയാണ് കൊല്ലത്തെ സാഹചര്യം? കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഒരു സംശയവുമില്ല. മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് പോലും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. അത് തന്നെ കലാകാരന്മാരുടെ കാര്യം ശരിയാണ്. അത് കലാകാരന്മാർ നാടകത്തിൽ അഭിനയിക്കാം, സിനിമയിൽ അഭിനയിക്കാം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ പാർലമെന്റ് പോകാൻ അവർ യോഗ്യരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പാർലമെന്റിൽ പോകേണ്ടത് പ്രേമേന്ദ്രനെ പോലുള്ള രാഷ്ട്രീയക്കാരനാണ്. പാർലമെന്റിൽ കഴിഞ്ഞ 4 പ്രാവശ്യമായിട്ട് കൊല്ലം പാർലമെന്റിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന NK പ്രേമേന്ദ്രൻ നമ്പർ 1 എന്ന നിലയിൽ 543-ൽ 1-ാം നമ്പറുകാരനാണ്. 1-ാം റാങ്ക് കിട്ടിയ ആളാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് കൊടുത്തത്. യെച്ചൂരി ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് തീരുമാനിച്ച് കൊടുത്തിട്ടുള്ളത്, പുരസ്കാരം കൊടുത്തത്. അങ്ങനെയുള്ള ഒരാൾ പോകണോ അതോ ഈ കലാകാരന്മാർ രണ്ടാളുകളിൽ പോയി ഒന്നൊരു കോമഡി നടനും മറ്റേ 2 കോമഡിക്കാരായിരുന്നു, അവർ പോകണമെന്ന് ജനം തീരുമാനിക്കേണ്ടതാണ്. 4 പ്രാവശ്യം ജയിച്ച കൂട്ടത്തിൽ ആദ്യം പ്രേമേന്ദ്രനെ എതിർത്തത് ഇന്നത്തെ CPIM പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള MA ബേബി ആയിരുന്നു. MA ബേബി അന്ന് പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ പിന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലനായിരുന്നു മത്സരം. 1,47,000 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലൻ പരാജയപ്പെട്ടത്. ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. CPM ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നതെന്ന് AK ബാലൻ പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. RSPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ നിലയിൽ നിർണായകമാണ്? RSPയെ സംബന്ധിച്ചിടത്തോളം RSP ഒരു MP എന്നുള്ള നിലയിലാണ് കേരള പാർട്ടിയായത്. അതിനു മുമ്പ് കേരള പാർട്ടിയായിട്ട് പ്രാദേശിക പാർട്ടിയായി, രജിസ്റ്റേർഡ് പാർട്ടിയായി. ഒരു സ്റ്റേറ്റ് പാർട്ടി ആകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു MP വേണം. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4 MLA. ഞങ്ങൾക്ക് 4ലധികം MLA, 6 MLA ഉണ്ടായിരുന്നു, ഒരിക്കൽ 9 MLA ഉണ്ടായിരുന്നു, 2 MP ഉണ്ടായിരുന്നു, ഒരു രാജ്യസഭാ മെമ്പർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പല കാരണങ്ങളാൽ ഇപ്പോൾ ബംഗാളിൽ CPM എങ്ങനെ ഇല്ലെന്നായോ, അതുപോലെ തന്നെ ത്രിപുരയിൽ CPM എങ്ങനെ ഇല്ലെന്നായോ, അവിടെ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ RSP ബംഗാളിലും ത്രിപുരയിലും. അതുപോലെ കേരളത്തിലും ക്രമേണ ഞങ്ങളുടെ പാർട്ടിയിൽ ചില കാലഘട്ടങ്ങളിലുണ്ടായ ഭിന്നിപ്പിൻ്റെ ഒക്കെ ഫലമായിട്ട് പഴയകാല പ്രതാപം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ആകെ ഇപ്പം ഞങ്ങൾ മത്സരിക്കുന്നത് അസംബ്ലി സീറ്റ് 5 സീറ്റിലാണ്. ആ 5 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് LDFിൽ നിന്നാണ്, LDF പിന്നെ ഘടകകക്ഷിയായിരിക്കുമ്പോഴാണ് 5 സീറ്റിൽ മത്സരിച്ചത്. അപ്പോഴാണ് LDFിൻ്റെ നേതൃത്വം ഞങ്ങളുടെ പാർലമെൻറ്റ് സീറ്റ് അവരങ്ങ് എടുത്തത്. പ്രേമേന്ദ്രൻ ജയിച്ചിരുന്നതാണ് ആ കാലഘട്ടത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ ജയിച്ചതായിരുന്നു. ആ പാർലമെൻറ്റ് സീറ്റ് അവരങ്ങ് എടുത്തു. പാർലമെൻറ്റ് സീറ്റ് നഷ്ടപ്പെട്ടു. പാർലമെൻറ്റ് സീറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ്, പ്രേമേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു നൽകി. രാജ്യസഭയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാജ്യസഭയും ഇല്ല, ലോക്സഭയും ഇല്ല. അപ്പം ഞങ്ങൾ അന്ന് പോലെ നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു, ലോക്സഭാ സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ഒരു സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അംഗീകാരം നിലനിർത്താൻ വേണ്ടി പാർട്ടി എന്നുള്ള നിലയിൽ തിരിച്ചു തരണം. അവർ തിരിച്ചു വന്നില്ല. 1-2 തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തരാതിരിക്കുകയും പാർലമെൻറ്റ് സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാതിരിക്കുകയും P. രാജേന്ദ്രനെ അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കും. അന്ന് ഞങ്ങൾ LDFിൽ തന്നെയായിരുന്നു 2 പ്രാവശ്യം. LDFിൽ നിന്നുകൊണ്ട് രാജേന്ദ്രനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഞങ്ങളുടെ സീറ്റ് തിരിച്ചു തരാതായപ്പോൾ പാർട്ടി അണികളിലുണ്ടായ വികാരം, ഇങ്ങനെ തുടരാൻ പറ്റില്ല, തുടർന്നാൽ നമ്മൾ നാമവിശേഷമാവും. അതുകൊണ്ട്
സീറ്റ് തിരിച്ചു വന്നില്ലെങ്കിൽ അന്ന് പാർട്ടി പറഞ്ഞ് ഒറ്റയ്ക്കെങ്കിലും മത്സരിക്കണം. ഞങ്ങൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു അവരുമായി. ഞങ്ങൾക്ക് സീറ്റ് അവസാന ഘട്ടത്തിൽ അവർ തന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് UDF നിന്നും ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയത്. അന്ന് മറ്റേ കുറിപ്പ് ജയിച്ചിരുന്നതാണ്, പീതാംബരക്കുറിപ്പ് ജയിച്ചിരുന്നത്. പീതാംബരക്കുറിപ്പിനെ ഒഴിവാക്കി നിങ്ങളെ നിർദ്ദേശിക്കുന്ന പ്രേമേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. VM സുധീരനായിരുന്നു KPC. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ UDFിൻ്റെ ഭാഗമായത്. അങ്ങനെ ഞങ്ങൾ വിജയിച്ചു. തെറ്റാണെന്ന് തോന്നാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. അന്ന് മുതൽ ജയിക്കുകയാണ്, ഞങ്ങളെ ജയിപ്പിക്കുകയാണ് UDF. അന്ന് മുതൽ ഞങ്ങളെ ജയിപ്പിക്കുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് പാർട്ടിയായി, ഒരു MP ആയപ്പോൾ സ്റ്റേറ്റ് പാർട്ടിയായി. ആ സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് സൗജന്യമായി കിട്ടും. നേരത്തെ സ്റ്റേറ്റ് പാർട്ടി അല്ലാതെ വന്നപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തു വാങ്ങും. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പിന്നെ ചിഹ്നമില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പിന്നെ ഓട്ടോറിക്ഷയാണ് ഇന്നലെ കോട്ടയത്തെ സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് പാർട്ടി അല്ല, അവർ പ്രാദേശിക പാർട്ടി ആയിപ്പോയി, രജിസ്റ്റേർഡ് പാർട്ടി ആയിപ്പോയി. സ്റ്റേറ്റ് പാർട്ടി അല്ലാതായ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ MP എന്ന് പറയുന്നയാൾ മാണി ഗ്രൂപ്പിൽ. വിട്ടതിൽ ഞങ്ങൾക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല കേരളത്തെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രനെ പോലുള്ള ഒരാൾ പിന്നെ പാർലമെന്റിൽ പോയത് അഭിമാനിക്കുന്ന കൂട്ടത്തിലാണ്. അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അയാൾ നല്ലപോലെ ഹോംവർക്ക് നടത്തി. പ്രേമേന്ദ്രനെ സംബന്ധിച്ച് MP സ്ഥാനം കിട്ടി. അദ്ദേഹത്തിന് കൂടുതൽ കഴിവ് തെളിയിക്കാനായി അദ്ദേഹത്തിന്റെ പാർലമെന്റാണ് അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച ഇടം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹവും ഉള്ളത് അത് തന്നെയാണ്. അങ്ങനെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് അതൊരു ഗുണകരമായിരുന്നു ആ തീരുമാനം. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി കൂടുതൽ ക്ഷയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പാർട്ടി ക്ഷയിച്ച് പഴയ 4 സീറ്റല്ലേ അവർ തന്നുള്ളൂ. ഇപ്പൊ 5 സീറ്റിലല്ലേ മത്സരിക്കും. പക്ഷെ ആരുമില്ല. UDFിൽ 5 സീറ്റല്ലേ. അതിപ്പം പിന്നെ ബംഗാളിൽ CPMന് ആരുമില്ലല്ലോ, ത്രിപുരയിൽ ആരുമില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് വരുന്ന ചില കാലഘട്ടങ്ങൾ മാറ്റമല്ലേ. ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി തെളിയിക്കേണ്ടത് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ പുറത്താക്കും, പരാജയപ്പെടും. ഞങ്ങൾ UDF അധികാരത്തിൽ, RSPക്ക് അതിൽ നല്ല പങ്കാളിത്തം ഉണ്ടാകും. RSPയുടെ പ്രതിനിധി മന്ത്രി സഭയിലാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും, ഒരു സംശയം വേണ്ട. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ പ്രേമേന്ദ്രൻ അവിടെയും മന്ത്രിയാണ്. അത് പണ്ടത്തെ പോലെ അല്ലല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഇപ്പോൾ KK ശൈലജ മത്സരിച്ച മണ്ഡലത്തിലല്ലേ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ മത്സരിച്ചു. 5ാമത്തെ സീറ്റ് കണ്ണൂരാണ്. അതിനു മുമ്പ് പിന്നെ തൃശ്ശൂർ ജില്ലയിലല്ലേ ഒരു സീറ്റ്, 3 സീറ്റല്ലേ ഇവിടെ ഉള്ളൂ. ഒരു സീറ്റ് ആലപ്പുഴ തിരുവനന്തപുരം ജില്ലയിലാണ്. മറ്റേയൊക്കെ ഇങ്ങനെയാ. ഞങ്ങളുടെ ശക്തി കേന്ദ്രം എന്നുള്ള നിലയിലാണ് ചവറ മുതൽ ചവറ വരെ എന്ന് പറയും. ചവറയിൽ ഞങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? കൊല്ലം ജില്ല ഞങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അതിന് ആളുകൾ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ചവറ മുതൽ ചവറ വരെ. അങ്ങനെ ഇടതിന്റെ കോട്ടയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ കൊല്ലം മുതൽ ചടയമംഗലം വരെ UDFിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നതാണ് കഴിഞ്ഞതിന് മുമ്പ് വളർന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ജയിക്കാത്ത ഒരു മണ്ഡലമായിരുന്നു, മനസ്സിലായില്ലേ? ചടയമംഗലം. ചാത്തന്നൂർ ജയിച്ചു പ്രതാപവർമ്മ തമ്പ. അങ്ങനെ തുടങ്ങിയ മിക്കവാറും മണ്ഡലങ്ങളിൽ ഇവിടെ UDF ജയിച്ച ഒരു ജില്ലയാണ്. അതൊക്കെ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശീതള കാറ്റ് ഉണ്ട് അനുകൂലമായിട്ട്. ഏത് മുന്നണിക്കാണോ
ആ കാറ്റ് എണ്ണാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ജൂൺ മാസം എണ്ണാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അറിയാം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായോ? ആ കാറ്റ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ തൂത്തുവാരും, അല്ലെങ്കിൽ പരാജയപ്പെടും. അതാണ് സ്വാഭാവികം തെരഞ്ഞെടുപ്പ്. പാർട്ടി ഒരു ഒറ്റയാൾ പാർട്ടിയായി മാറിയോ? എൻ.കെ. പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന അങ്ങനെയല്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ അപ്രസക്തരാകുന്ന ഒരു സാഹചര്യം. അങ്ങനെയല്ലല്ലോ. ഞാൻ 10 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ 10 കൊല്ലം. അത് കഴിഞ്ഞ് 10 കൊല്ലം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷിബു ബേബി ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഒറ്റയാനാണെങ്കിൽ പിന്നെ അയാൾ തന്നെയല്ലേ സെക്രട്ടറി ആകും? അല്ലല്ലോ. ഇപ്പം മനോജ് ഭട്ടാചാര്യ ആണ് അഖിലേന്ത്യാ സെക്രട്ടറി. കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബിയാണ്. ഞാൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഞാൻ UTUCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഒറ്റയാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ സ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ വഹിക്കുന്നത് എങ്ങനെ? 10 കൊല്ലം ഞാൻ പാർട്ടി ഈ മുന്നണി പോയതിന് ശേഷം തന്നെ, മുന്നണി പോകുന്നതിന് മുമ്പ് മുതൽ മുന്നണി പോയതിന് ശേഷം 10 കൊല്ലം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെ ഒറ്റയാൻ പാർട്ടി എന്ന് പറയാൻ അതൊക്കെ ചില ആളുകളുടെ പ്രചരണമാണ്. അതൊക്കെ ദേശാഭിമാനിയുടെ പ്രചരണമായി. വലിയൊരു തെരഞ്ഞെടുപ്പാണ്. RC ഓഫീസിൽ സാറിവിടെ ഉണ്ട്. ഇതിൽ എണ്ണാവുന്ന ചിലർ മാത്രമാണ്. ഇന്നലെ പക്ഷെ പ്രേമേന്ദ്രന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അതല്ല അവസ്ഥ. നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഒക്കെ കേന്ദ്രീകരിക്കുന്നത് അവിടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പാർട്ടി ഓഫീസ് പോലും അപ്രസക്തമാകും. ഇത് അങ്ങനെയല്ല. അത് ഞാൻ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഞാൻ നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസിൻ്റെ DCC ഓഫീസ്. അവിടെ ഒന്ന് വന്ന് നോക്കണം. ഞങ്ങളെല്ലാം അവിടെയാണ്. ഞാൻ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസ് എന്നുള്ള നിലയിൽ രാവിലെ ഇപ്പോൾ കളക്ടറേറ്റിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇലക്ഷൻ ഏജൻറ്റാണ്, ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് പ്രേമേന്ദ്രൻ. അപ്പോൾ കളക്ടർ വിളിച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കളക്ടർ വിളിച്ച മീറ്റിംഗും കഴിഞ്ഞ് ഞാൻ അവിടെ വന്നതാണ്. ഇവിടെ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് പോയി. അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഇത് ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൂടിയിരുന്നിട്ട് കാര്യമില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് UDFന്റെ തീരുമാനമായിരുന്നു SDPI വോട്ട് വേണ്ട എന്നുള്ളത്. SDPI വോട്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നലെ പ്രേമചന്ദ്രനെ കാണുമ്പോൾ SDPI വോട്ട് വേണ്ട എന്ന് പ്രേമചന്ദ്രൻ പറയുന്നില്ല. RSPയുടെ നിലപാട് അങ്ങനെയാണ്. SDPIയുടെ വോട്ട് വേണ്ടെന്നല്ല, ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കും. SDPI എന്ന് പറയുന്ന സംഘടന പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. SDPI നിൽക്കുന്ന ആളുകൾ വോട്ട് ചെയ്ത് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയില്ല. SDPIയിൽ ആളുകൾ ഉള്ള ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് വേണ്ടെന്ന് പറയും. SDPI വോട്ട് വേണ്ട എന്ന് RSPക്ക് നിലപാടില്ലേ? RSPയുടെ UDFന്റെ നിലപാട് RSPയുടെ നിലപാട്. UDFന്റെ ഭാഗമല്ലേ RSP. അപ്പോൾ RSPക്ക് പ്രത്യേക ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. UDF തീരുമാനമെടുത്ത് SDPIയുടെ ഔദ്യോഗികമായി ഒരു വർഗീയ പാർട്ടി എന്നുള്ളതിൽ അവരുടെ വോട്ട് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ അൺകണ്ടീഷനായിട്ട് ഞങ്ങളുമായിട്ട് ആലോചിക്കാതെ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പിന്തുണ വേണ്ട. എന്നാൽ ആർക്ക് വോട്ട് ചെയ്യാം? വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറയും. പക്ഷേ UDFന്റെ നിലപാട് അതാണ്, RSPയുടെ നിലപാട് അതാണ്. പക്ഷേ N.K. പ്രേമചന്ദ്രൻ SDPI വോട്ട് വേണ്ട എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അത് പിന്നെ എന്താണ് N.K. പ്രേമേന്ദ്രൻ പറഞ്ഞതെന്ന് ഞാനെങ്ങനെ അറിയും? നിങ്ങൾ പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചാൽ മതിയാ? അത് എന്തുവാണ് നിങ്ങളിങ്ങനെ പറയാൻ കാരണം എന്ന് ഞാൻ ചോദിച്ചോളാം. അത് അല്ലാതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലയോ എന്നുള്ളതൊന്നും അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അല്ല, ക്ലാരിറ്റി ഞാൻ പറയുന്നതാ. ക്ലാരിറ്റി ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറല്ലേ. ഞാൻ പറയുന്നതാ ക്ലാരിറ്റി. ആ ക്ലാരിറ്റി എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന UDF എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് ബാധകം. N.K. പ്രേമചന്ദ്രൻ ഉൾപ്പെടെ അത് ബാധകമാണ്. പക്ഷെ അദ്ദേഹം പരസ്യമായി SDPI വോട്ട് വേണ്ട എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അത് മതനിരപേക്ഷത അതല്ല, അതല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ആരുടെ വോട്ടും സ്വീകരിക്കാം. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആരുടെ വോട്ടും സ്വീകരിക്കാം. അതിന് പിന്നെ ഇന്ന കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് അങ്ങനെ സ്ഥാനാർത്ഥി പറയുന്നത് ശരിയല്ല.
അതുകൊണ്ടാ. എങ്കിൽ പോലും UDF SDPI വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ RSPക്കും ആ നിലപാടുണ്ട്. അത് സ്ഥാനാർത്ഥി പറയേണ്ടതല്ലേ? അത് തന്നെ, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുന്നയാളാണ്. സ്ഥാനാർത്ഥിക്ക് എല്ലാവരുടെയും വോട്ട് വേണം, മനസ്സിലായില്ലേ? അത് SDPIയുടെ വോട്ട് വേണ്ട എന്ന് സ്ഥാനാർത്ഥി പറയത്തില്ല. SDPIയിൽ കാണും, സമസ്ത കേരളയിൽ സമസ്തയിൽ കാണും, വേറെ ആളുകൾ ആര് വോട്ട് ചെയ്യണ്ട, ഇന്ന ആളിൻ്റെ വോട്ട് വേണ്ട എന്നൊന്നും ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞാനാണെങ്കിൽ പോലും പറയാം. ഇപ്പോൾ BJP ആയാലും ഇടതുപക്ഷമായാലും അതിൽ വലിയ പ്രചരണ വിഷയമാക്കി തന്നെ എടുക്കുന്നു. തീവ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്ര വിഭാഗക്കാരുടെ വോട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രചാരണ വിഷയമാക്കുന്നു. അപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ പാർട്ടി സ്ഥാനാർത്ഥിയോട് നിർദ്ദേശിക്കേണ്ടുന്ന സാഹചര്യം. അവർക്ക് എന്തെങ്കിലും പ്രചരണം വേണ്ടേ? BJPയെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ വേണ്ടേ? എന്തെങ്കിലും കള്ളത്തരം പറയണ്ടേ? ആ നിലയിൽ അധംപതിച്ചിരിക്കുകയല്ലേ. ഒരു കേന്ദ്ര ഭരണവും ഒരു സംസ്ഥാന ഭരണവും, രണ്ട് ഭരണത്തിനെതിരായിട്ടുള്ളൊരു വികാരം ആണ് ജനങ്ങളിലുള്ളത്. സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിനേക്കാൾ മോശമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളെ ആകെ പൊറുതിമുട്ടിച്ച്, ഈ ജനജീവിതം തന്നെ പൊറുതിമുട്ടിച്ച നിലയിലാണ്. ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി അഴിമതി ആരോപണം, ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം മകളുടെ പേരിൽ, മകൻ്റെ സംബന്ധക്കാരുടെ പേരിൽ. പണ്ട് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു അഴിമതി ആരോപണം കേട്ടു. ഒരു അഴിമതി ആരോപണം ഒരു മുഖ്യമന്ത്രിയുടെ, ഒരു ഭരണാധികാരിയുടെ പേരിൽ വന്നാൽ അപ്പോഴും രാജിവെക്കും. രാജിവെച്ച് അവർ ആ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മാത്രമേ. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പല ആളുകൾ ചെയ്തത്. ലാൽ ബഹദൂർ ശാസ്ത്രി വരെ, മനസ്സിലായില്ലേ? ഇവിടെ എന്ത് പറഞ്ഞാലും നാണവും മാനവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി. അവരിങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ ഭരണം നടത്തും, ഞാൻ അഴിമതി നടത്തും എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. SDPI വോട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ കൺഫ്യൂഷൻ ഇന്നലെ UDF നേതാക്കൾ, UDF ചെയർമാനായ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞു. UDFന്റെ നിലപാട് RSPക്കും ബാധകമാണ്, NK പ്രേമചന്ദ്രനും ബാധകമാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടി കൂടുതൽ ക്ലാരിറ്റി വരുത്തുമോ സ്ഥാനാർത്ഥിയുമായി? ഞാൻ പറഞ്ഞ ഒരു ക്ലാരിറ്റി അല്ലേ, ഇനി എന്ത് ക്ലാരിറ്റി വേണം? RSPയുടെ ക്ലാരിറ്റി ആയിട്ട് എടുത്താൽ മതി. UDF അല്ല, UDFന്റെ തീരുമാനം തന്നെയാണ് ഞങ്ങൾക്ക് ബാധകമാണ്. ഞങ്ങൾ ആ മുന്നണി നിൽക്കുന്നിടത്തോളം കാലം UDF എടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് ബാധകമാണ്. അല്ലെങ്കിൽ ആ മുന്നണി തീരുമാനം എടുക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾ അവിടെ പറഞ്ഞ് അവിടെ ആണ് പറയേണ്ടത്, മനസ്സിലായില്ലേ? ആ തീരുമാനം ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബാധകമാണ്. അല്ല, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാണ്. സ്ഥാനാർത്ഥിക്കും ബാധകമാണ്. സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണോ അത്തരമൊരു നിലപാട് വ്യതിയാനം NK പ്രേമചന്ദ്രന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്? അതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ? അതൊക്കെ നമ്മുടെ ഉദ്ദേശമല്ലേ? അങ്ങനെ ഒരു വ്യക്തിപരമായ ഒന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടി ഒരു ചുമതല നടത്തുന്നത്. ആ ശ്രമം ഞാൻ കേട്ടില്ല, വേറെ ആരും കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ട് കാണുമായിരിക്കും. കേട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം എന്നല്ലാതെ അതേ സംബന്ധിച്ചിടത്തോളം ന്യായീകരണമില്ല. അതേ എന്ത് പറഞ്ഞില്ല എന്നുള്ളത് ഞാനെങ്ങനെയാ പറയുക? അതെ അതെ, നാളെ വരും. നാളെ വരും. പിന്നെ ചെന്നൈയിലൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ചിരിക്കുന്ന ഞങ്ങൾക്ക് ബംഗാളിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, പഞ്ചാബിൽ ഒരാൾ മത്സരിക്കുന്നു. ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ 5 MP ബംഗാളിൽ. CPM ഉണ്ടായിരുന്നു. CPM മത്സരിക്കുന്നത് ആകെ 4 പേരാണ്. ഞങ്ങൾ 3 പേര്. കോൺഗ്രസുമായിട്ട് മുന്നണി അവിടെ. ഈ മത്സരിക്കുന്ന ആളുകള് CPM അവിടെ കോൺഗ്രസുമായിട്ട് മുന്നണിയാ. LDF ആയിട്ടാണ് അവിടെ CPM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് ഒരു മുന്നണിയായിട്ട് നിൽക്കുക. പക്ഷേ കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാക്കിയാണ് ഇപ്പോൾ മത്സരിക്കുക, മനസ്സിലായില്ലേ? ഈ പറയുന്ന സീറ്റുകൾ BJP പരാജയപ്പെടുത്താൻ വേണ്ടി ആണ് മുന്നണി ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ത്രിപുരയിലും. ഇപ്പോൾ AAP ആണ് പിന്നെ
ഇവിടെ പിന്നെ ഡൽഹി. അല്ല വേറൊരു സംസ്ഥാനം ഉണ്ടല്ലോ, പഞ്ചാബ്. പഞ്ചാബ് ഭരിക്കുന്നത്. പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് നടക്കുക. കൊല്ലത്തേത് രാഷ്ട്രീയ മത്സരം തന്നെയല്ലേ? കൊല്ലത്തേത് രാഷ്ട്രീയ മത്സരമല്ലേ? എല്ലാ തരത്തിലും രാഷ്ട്രീയ മത്സരം. ഇന്നലെ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കലാകാരന്മാരെ നിർത്തി രാഷ്ട്രീയമായി നേരിടാൻ പറ്റാത്തത് കൊണ്ടാണ് കലാകാരന്മാരെ നിർത്തിയെന്ന് പറഞ്ഞു. അതല്ല, എൻ്റെ റീഡിങ് ഞാൻ പറയാം. പ്രേമേന്ദ്രന് എതിരായിട്ട് മത്സരിക്കാൻ ആരും തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ രണ്ട് പുള്ളികളെ കണ്ടുപിടിച്ചത്. അതറിയോ? ഒരുപാട് ആളുകളെ പേര് പറഞ്ഞു, അവരൊക്കെ മാറി വന്നപ്പോൾ അവസാനം ഒരു MLA ആണ്. MLA ആകുമ്പോൾ MLAക്ക് വലിയ നട്ടം വരത്തില്ലല്ലോ. തോറ്റാലും MLA താനും നട്ടം വരത്തില്ല. ഓക്കെ, 1,47,000 വോട്ടിന് അവസാനം കഴിഞ്ഞ പ്രാവശ്യം തോറ്റ ബാലഗോപാലൻ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായ ബാലഗോപാലൻ തോറ്റ സ്ഥലത്ത് ഒരുമാതിരിയുള്ളൊരു സുജാതയെ മത്സരിപ്പിക്കാൻ നോക്കി, അനിഷാപ്പൊറ്റിയെ നോക്കി, പലരും മാറിയ സാഹചര്യത്തിലാണ്. പിന്നെ മറ്റേ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥിയല്ലേ. മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തിയ ദിവസമാണ് കൊല്ലത്ത്. മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തിയ ദിവസമാണ്. 2014 മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ചയായതാണ്. അധിക്ഷേപകരമായ ഒരു പരാമർശം. അത് പ്രേമചന്ദ്രന് കൂടുതൽ വോട്ടും സ്വീകാര്യതയും നേടിക്കൊടുത്തതാണ്. ആ പരാമർശം ഇപ്പോഴും തിരുത്തപ്പെടാതെ കിടക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും എത്തുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? വീണ്ടും പറഞ്ഞു? ഇല്ല, പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പിന്നെ അത് ആവർത്തിക്കില്ലല്ലോ. അയാൾ പല പ്രാവശ്യം മറ്റു പല വാക്കുകൾ ഉപയോഗിച്ചെന്ന് മാത്രമേ. മനസ്സിലായില്ലേ? അതേ സംബന്ധിച്ചൊന്നും ഇപ്പം ഈ തെരഞ്ഞെടുപ്പുകളിൽ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വീഴ്ചയായിട്ട് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. ആ കാലത്ത് തിരുത്തണമല്ലോ. പരനാറി പ്രയോഗം നടത്തിയാണ്. അതിൻ്റെ ഭൗത്യത്തെ അവർ മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് അത് MA മത്സരിച്ച സമയത്താണ്. മനസ്സിലായി? പിന്നെയും പല വാക്കുകളൊക്കെ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ RSPയുടെ സ്ഥാനാർത്ഥി ഒരു RSSനോട് അടുക്കുന്നു, നാളെ BJPയിൽ പോകുമെന്ന പ്രചരണം വലിയ ശക്തമാണ്. മോദിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മോദിക്ക് സ്തുതി പാടുന്ന ആളാണ്. അദ്ദേഹത്തോടൊപ്പം വിരുന്നിൽ പങ്കെടുത്തു. പിന്നീട് അതിനുശേഷം അതിനെ പുകഴ്ത്തി സംസാരിച്ചു, മോദിയെ പുകഴ്ത്തി സംസാരിച്ചു. അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ട്. അതും ഒരു പ്രധാന വിഷയമാണ്. അപ്പോ RSP സ്ഥാനാർത്ഥി, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് BJPയോട് അടുക്കുന്നു എന്ന വിമർശനത്തെ എങ്ങനെയാണ്? അത് മിടുക്കന്മാർ തൻ്റെ മിടുക്ക് കാണിച്ചാൽ പല ആളുകളും ആ മിടുക്കിയാണെന്ന് പറയും. മനസ്സിലായില്ല? ഇന്ത്യൻ പാർലമെൻറ്റിൽ 543 പേരിൽ ഒരു മിടുക്കനെന്ന് പറഞ്ഞാൽ 1-ാം നമ്പറുകാരൻ. മനസ്സിലായില്ലേ? ആ മിടുക്കനെ യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ആ ബഹുമാനമാണ് അദ്ദേഹത്തിന് വിളിച്ച് ഭക്ഷണം. പ്രശ്നം മനസ്സിലായി? അപ്പോൾ അത് തൻ്റെ ഭക്ഷണം വേണ്ടോ, ഞാൻ വരത്തില്ല എന്ന് പറയുന്നത് സാമാന്യ മര്യാദയാണ്, അല്ലല്ലോ, അംഗീകാരമാണ്. അതാണ് അവകാശവാദമായിട്ട് ഉന്നയിക്കേണ്ടത്. അതിൽ ഈ അസംതൃപ്തിയും അത് കണ്ട് പിന്നെ ഇത് ഉച്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പന്മാരെന്നല്ലേ. എന്തിനാ സ്ഥാനാർത്ഥി സംശയിക്കുന്നത്? അയാള് പഞ്ചായത്ത് മെമ്പർ ആയി തുടങ്ങുക. നാവായിക്കുളത്ത് പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ കൗൺസിൽ മെമ്പറായി. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് കൊല്ലത്ത് വന്ന് പാർലമെൻറ്റ് ചവറയിൽ നിയമസഭയിൽ മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. അതിനുശേഷം ഇപ്പോൾ 4 പ്രാവശ്യമായിട്ട് MP, രാജ്യസഭാ മെമ്പറും ഒക്കെ ആയി. അയാളെന്തിനാ പാർട്ടി മാറേണ്ട കാര്യം?